Question. Select a type of V belt and number of belts required for 10 kilowatt, 750 RPM induction motor to drive an exhaust fan in a steel plant at 250 RPM. Select a type of V belt and number of belts required for 10 kilowatt 750 RPM induction motor to drive an exhaust fan in a steel plant at 250 RPM. The center distance between the shaft is 1.2 meter. എന്ന് പറയുന്നത് അതൊരു അപ്രോക്സിമേറ്റ് സെൻറ്റർ ഡിസ്റ്റൻസ് ആണ് അത് അവിടെ പറയുന്നത് കേട്ടോ. അത് മനസ്സിലാക്കണം. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ എക്സാക്ട് സെൻറ്റർ ഡിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിക്കേണ്ട ആവശ്യം വരും. ഓക്കെ. പിന്നെ പിച്ച് ഡയമീറ്റർ ഓഫ് ദി മോട്ടോർ പുള്ളി തന്നിട്ടുണ്ട് 200 മില്ലിമീറ്റർ തന്നിട്ടുണ്ട്. So first of all, based on this, we have to write the given data. That is power is equal to 10 kilowatt. Then motor speed is equal to driver, that is 750 RPM. Then the speed of the driven pulley 250 RPM. അപ്പോൾ 250 RPM ആണ് സ്പീഡ് ഓഫ് ദി ഡ്രിവൺ പുള്ളി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡയമീറ്റർ വലുതായിരിക്കും, കാരണം സ്പീഡ് കുറവാണ്. പിന്നെ അപ്രോക്സിമേറ്റ് സെൻട്രൽ ഡിസ്റ്റൻസ് 1.2 തന്നിട്ടുണ്ട്. അതിന് നമുക്ക് മില്ലിമീറ്ററിലേക്ക് മാറ്റുമ്പോൾ എത്ര വരും? 1200 മില്ലിമീറ്ററിന് വരും. ഓക്കെ. പിന്നെ പിച്ച് ഡയമീറ്റർ ഓഫ് ദി ഡ്രൈവർ പുള്ളി, അതിന് മോട്ടോർ പുള്ളി തന്നിട്ടുണ്ട്. D is equal to 200 mm തന്നിട്ട് ഡ്രിവൻ തന്നിട്ടില്ല. ഓക്കെ. സോ based upon this NS and L, NS means smaller pulley, NL means larger pulley speed. So velocity ratio is equal to NS by NL, so that is equal to 3. ഓക്കെ. ഇനി സ്റ്റെപ്പ് 1 സ്റ്റെപ്പ് 2 അങ്ങനെ ഒരുപാട് സ്റ്റെപ്പ് 11 വരെ ഉണ്ടാവും. അതാണ് ഇതിന് സ്റ്റെപ്പ് 11 വരെ ഉണ്ട്. അപ്പോഴാണ് ഈ പ്രോബ്ലം തീരും. ഓക്കെ. അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് നമ്മൾ എന്ത് ചെയ്യണം? ചില കാര്യങ്ങൾ അസ്യൂം ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് പറയുന്നത് പ്രിലിമിനറി ഡിസിഷൻ എന്ന് പറയും. PRELIMINARY DECISION. അപ്പോൾ ഇവിടെ അസ്യൂം ചെയ്യുക പുള്ളി ഈസ് മെയ്ഡ് അപ്പ് ഓഫ് കാസ്റ്റ് അയൺ. കാസ്റ്റ് അയൺ എടുക്കാൻ കാരണം ഡ്യൂ ടു ഇറ്റ്സ് ഡാമ്പിംഗ് പ്രോപ്പർട്ടി കാരണമാണ് നമ്മൾ കാസ്റ്റ് അയൺ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ സർവീസ് ഫാക്ടറിൻ്റെ വാല്യൂ തന്നിട്ടില്ലെങ്കിൽ നമ്മൾ അസ്യൂം ചെയ്യണം. അപ്പോൾ ഇവിടെ എക്സോസ്റ്റ് ഫാൻ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? 1.4 ആണ് എടുക്കുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഡാറ്റാ ബുക്ക് പേജ് നമ്പർ നോക്കട്ടെ. ഡാറ്റാ ബുക്ക് പേജ് നമ്പർ 314 വരിക. 314 സർവീസ് ഫാക്ടർ ഉണ്ടോ? ഡാറ്റാ ബുക്ക് പേജ് നമ്പർ 322 ഡാറ്റാ ബുക്കിൽ പേജ് നമ്പർ ഫോർ KS ഡാറ്റാ ബുക്ക് പേജ് നമ്പർ ഇവിടെയല്ല വരിക, KS അല്ലേ. അപ്പോൾ ഇവിടെ ഡാറ്റാ ബുക്ക് 322. ഓക്കെ. ഈ 320 പോയിട്ടാകുമ്പോൾ നമുക്ക് അവിടെ കാണാൻ പറ്റും ഈ എക്സോസ്റ്റ് ഫാൻ കാണുമ്പോൾ നിങ്ങൾ ഓർമ്മിക്കണം അതിൻ്റെ സർവീസ് എന്ന് പറയുന്നത് മീഡിയം ഡ്യൂട്ടി കേസിലാണ് എടുക്കുക. ഓക്കെ. കംപ്രസർ എന്ന് പറയുമ്പോൾ അത് ലൈറ്റ് ഡ്യൂട്ടിയും, അതേമാതിരി എക്സോസ്റ്റ് ഫാൻ എന്ന് പറയുമ്പോൾ മീഡിയം ഡ്യൂട്ടിയാണ് എടുക്കേണ്ടത്. ഡാറ്റാ ബുക്കിൽ കാണാൻ പറ്റും. ഓക്കെ. ഡാറ്റാ ബുക്കിൽ നമുക്ക് ഇവിടെ ഈ ഡാറ്റാ ബുക്ക് 322 നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇത് ഇവിടെ ഉണ്ടാവും മീഡിയം ഡ്യൂട്ടി, കണ്ടില്ലേ? അപ്പോൾ ഒരു ഫാൻ ഉണ്ടാവും, എക്സോസ്റ്റ് ഫാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ എടുക്കുക. അപ്പോൾ അതിൽ നമുക്ക് ടൈപ്പ് ഞാനിപ്പോൾ എടുത്തത് മീഡിയം ഡ്യൂട്ടിയിൽ 1 2 3 4 6ാമത്തെ കോളാണ് എടുത്തത്. ഓക്കെ. അപ്പോൾ അതിൽ ഞാൻ 1.4 എന്ന് എടുത്തു. 1.4 ടൈപ്പ് എന്നെ നമ്മൾ സാധാരണ നോക്കിയിട്ട് എടുക്കുക. ടൈപ്പ് എന്നെ കേട്ടോ, ടൈപ്പ് എന്നെ എടുത്താൽ മതി. ഇനി KS കിട്ടിക്കഴിഞ്ഞല്ലോ. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഡിസൈൻ പവർ കണ്ടുപിടിക്കണം. സോ ഡിസൈൻ പവർ നൊട്ടേഷനാണ് P⁻D, ദാറ്റ് ഈസ് ഈക്വൽ ടു പവർ ഇൻറ്റു KS. അപ്പോൾ അങ്ങനെ 14 കിലോവാട്ട്. ഓക്കെ. അപ്പോൾ അതാണ് ഡിസൈൻ പവർ. ഇനി സ്റ്റെപ്പ് 1 കഴിഞ്ഞാൽ സ്റ്റെപ്പ് 2 ആണ്. സ്റ്റെപ്പ് 2 ബെൽറ്റ് സെലക്ഷൻ. അപ്പോൾ ഇവിടെ പവർ ഡിസൈൻ പവർ 14 കിലോവാട്ട് ആണ്. അപ്പോൾ വിച്ച് ഈസ് ലൈസ് ഇൻ ദ റേഞ്ച് ഇൻ ബിറ്റ്വീൻ 1.5 to 15 കിലോവാട്ട് റേഞ്ചിലാണ് വരുന്നത് അല്ലേ, കാരണം 14 അല്ലേ. സോ നമ്മൾ സെലക്ട് ചെയ്യുന്ന V ടൈപ്പ് ബെൽറ്റാണ്, V ടൈപ്പ് B ബെൽറ്റ്. അപ്പോൾ അതെങ്ങനെയാണ് വരുന്നത്? അത് ഡാറ്റാ ബുക്ക് പേജ് നമ്പർ 314 എടുക്കുക. 314 ടേബിള് 14.14 എടുത്താൽ നമുക്ക് കാണാൻ പറ്റും B. അതായത് പുതിയ ഡാറ്റാ ബുക്കാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് B എന്ന് കാണാൻ പറ്റും. ഓക്കെ. ടേബിൾ 14.14 ഇറ്റ് ഇസ് വെരി ക്ലിയർ. അത് ഇവിടെ തന്നെ കാണാൻ പറ്റും. ടേബിൾ 14.14 ഇവിടെ തന്നെ ഉണ്ട്.
കണ്ടില്ലേ 14.14. ഓക്കെ. അപ്പോൾ അതിനകത്ത് നോമിനൽ ടോപ്പ് വിഡ്ത്ത് ബി ഈസ് ഈക്വൽ ടു 17 mm, നോമിനൽ തിക്നെസ് ടി ഈസ് ഈക്വൽ ടു 11 mm എന്നൊക്കെ നമുക്ക് കിട്ടും. പിന്നെ മാക്സിമം വെലോസിറ്റി കൂടി 24 m/s കിട്ടും. ഓക്കെ, അതൊക്കെ നമുക്ക് ഡാറ്റാ ബുക്കിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങളാണ്. ഇനി അത് സ്റ്റെപ്പ് 3 എന്താണ്? പിച്ച് ഡയമീറ്റർ ഓഫ് ദി മോട്ടോർ പുള്ളി ഡ്രൈവർ എത്രയാണ്? 200 mm അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ സ്റ്റാൻഡേർഡ് പിച്ച് ഡയമീറ്റർ കണ്ടുപിടിക്കണം. അപ്പോൾ സ്റ്റാൻഡേർഡ് പിച്ച് ഡയമീറ്റർ ഫോർ ബി സൈസ് ബെൽറ്റ്, വി ബെൽറ്റ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ സ്റ്റാൻഡേർഡ് പിച്ച് ഡയമീറ്റർ കണ്ടുപിടിക്കണം. അപ്പോൾ അത് കാണണമെങ്കിൽ ഡാറ്റാ ബുക്ക് പേജ് നമ്പർ 326 എടുക്കുക. ഈ 326 പോയിട്ടാകുമ്പോൾ നമ്മൾ ടേബിൾ 14.22 എടുത്താൽ നോമിനൽ വാല്യൂ എന്ന് കാണാൻ പറ്റും. ഈ നോമിനൽ വാല്യൂവിൽ 200 ഉണ്ടെന്ന് നോക്കുക. ഓക്കെ, 200 കാണുന്നുണ്ട്. ഇനി നമ്മുടെ ബെൽറ്റ് എന്ന് പറയുന്നത് ബി ടൈപ്പ് ബെൽറ്റാണ്. അപ്പോൾ ഇവിടെ 1 2 3 4 1 2 3 4 5 അഞ്ചാമത്തെ കോൾ എടുക്കുക. അഞ്ചാമത്തെ കോളത്തിൽ 1 എന്ന് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ 1 എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? റെക്കമെൻഡഡ് എന്നാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള 200 mm ഡയമീറ്റർ നമുക്ക് റെക്കമെൻഡ് ചെയ്യാം. നിങ്ങൾ വേറെ പുതിയതായിട്ട് പിന്നെ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഡയമീറ്റർ ഈ ഡയമീറ്റർ ഓക്കെയാണ് എന്നതാണ് എൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ അത് നമുക്ക് കാണുന്നത് ഡാറ്റാ ബുക്ക്. അത് കുറച്ചൊന്ന് ശ്രദ്ധിക്കണം. ഡാറ്റാ ബുക്ക് പേജ് നമ്പർ 326. അപ്പോൾ ഇവിടെ നമ്മൾ ഇവിടെ 200 കാണാൻ പറ്റും. അപ്പോൾ അതിന് നേരെ പോയിട്ട് നമ്മൾ ഇവിടെ 1 ഈ 1ൻ്റെ നേരെ മേലെ കാണാം ബി എന്ന് കാണാൻ പറ്റും. ബി ടൈപ്പ് ബെൽറ്റാണ്. അപ്പോൾ ഇവിടെ 1 ആയതുകൊണ്ട് നമ്മൾ 1 എടുക്കും. ഇനി ഇവിടെ 3 ആണെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റില്ല. 3 എന്ന് പറഞ്ഞാൽ നോട്ട് സൂട്ടബിൾ എന്നർത്ഥം. അതെങ്ങനെ മനസ്സിലാവാന്ന് വിചാരിച്ചാൽ ഇത് ഇവിടെ കാണാൻ പറ്റും. ഈ ഡാറ്റാ ബുക്കിൽ ഇവിടെ 1 ആർ റെക്കമെൻഡഡ്, 2 എന്ന് പറഞ്ഞാൽ എന്താണ് സെക്കൻഡ് പ്രിഫറൻസ്, തേർഡ് എന്ന് പറഞ്ഞാൽ നോട്ട് റെക്കമെൻഡഡ്. അതവിടെ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ 1 എന്ന് കാണുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അതിനെക്കാട്ട് ഹയർ വാല്യൂയിലേക്ക് നമ്മൾ പോകണം. ഓക്കെ, ഇനി അടുത്തത് പിച്ച് സർക്കിൾ ഡയമീറ്റർ ഓഫ് ഡ്രിവൺ പുള്ളി എഴുതുക. ക്യാപിറ്റൽ ഡി സി 1 മൈനസ് എപ്സിലോൺ ഡി ഇൻറ്റു ഐ. ഡാറ്റാ ബുക്ക് പേജ് നമ്പർ 292 14.9 ബി. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് വി ബെൽറ്റിൻ്റെ കേസിൽ എപ്സിലോണിൻ്റെ വാല്യൂ നെഗ്ലക്ട് ചെയ്യണം. അപ്പോൾ എന്താ പറയുക? ക്യാപിറ്റൽ ഡി സി കൊണ്ട് സ്മോൾ ഡി ഇൻറ്റു ഐ. അപ്പോൾ അങ്ങനെ നമുക്ക് ക്യാപിറ്റൽ ഡി 30 600 mm എന്ന് കിട്ടി. അപ്പോൾ ഡ്രൈവർ പുള്ളിൻ്റെ ഡയമീറ്റർ കിട്ടി, ഡ്രിവൺ പുള്ളിന് കിട്ടി. ഇനി ഡ്രിവൺ പുള്ളിൻ്റെ അത് നമുക്ക് സ്റ്റാൻഡേർഡ് ആണോ ഒന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ അതിന് വീണ്ടും ഡാറ്റാ ബുക്ക് പേജ് നമ്പർ ഇതേമാതിരി 327 പോവുക, കോളം 5 എടുക്കുക, ടേബിൾ 14.22. അപ്പോൾ 14.22 നമ്മുടെ 600 ഉണ്ടോ എന്ന് നോക്കുക. 600 ഉണ്ട്. ഓക്കെ, കാണുന്നുണ്ട്. അപ്പോൾ അതിൽ അഞ്ചാമത്തെ കോളത്തിൽ പോകുന്ന സമയത്ത് 2 എന്ന് കാണാൻ പറ്റും. അപ്പോൾ 2 എന്ന് പറയുമ്പോൾ എന്താണ്? സെക്കൻഡ് പ്രിഫറൻസ് ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വാളിറ്റി തന്നെ വേണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 600 തൊട്ടടുത്ത വാല്യൂ താഴെയുള്ളത് 630 ആണ്. അപ്പോൾ 630ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അഞ്ചാമത്തെ കോളത്തിൽ പോകുന്ന സമയത്ത് 1 എന്ന് കാണാൻ പറ്റും. അപ്പോൾ ഓക്കെ, 1 മീൻസ് റെക്കമെൻഡഡ്. അങ്ങനെയാണ് നമ്മൾ ക്യാപിറ്റൽ ഡി സി = 630 എടുക്കുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ സ്റ്റാൻഡേർഡ് സൈസ് ആയിട്ടുള്ള ഡ്രൈവർ പുള്ളിയും ഡ്രിവൺ പുള്ളിയും കിട്ടി. ഓക്കെ, അതാണ് താഴെ എഴുതിയിട്ടുള്ള റെക്കമെൻഡഡ് 1 ബി ടൈപ്പ് വേണം എടുക്കാൻ. ആ ഡാറ്റാ ബുക്കിൽ 327 പേജിൽ ടേബിൾ 14.22 കോളം 5 നോക്കിയാൽ കാണാൻ പറ്റും. ഓക്കെ, ഇനി സ്റ്റെപ്പ് 5 എന്നാണ് നമ്മളിപ്പോൾ പഠിച്ച 2 കാര്യങ്ങൾ എഴുതുക. അതായത് സ്റ്റാൻഡേർഡ് സൈസസ്. ഡ്രൈവർ പുള്ളി മോട്ടോർ സ്മോൾ ഡി സി = 200 mm, ഡ്രിവൺ പുള്ളി ക്യാപിറ്റൽ ഡി സി = 630 mm. ഇനി എന്ത് ചെയ്യണം? ഇത് രണ്ടും വെച്ച് റിവൈസ്ഡ് വെലോസിറ്റി റേഷ്യോ കണ്ടുപിടിക്കണം. അപ്പോൾ I dash is equal to ക്യാപിറ്റൽ ഡി ഡിവൈഡ് ബൈ സ്മോൾ ഡി. അപ്പോൾ അത് 3.15 വന്നു. ഓക്കെ, ഇനി അടുത്ത് ബെൽറ്റ് സ്പീഡ് കണ്ടുപിടിക്കണം. ബെൽറ്റ് സ്പീഡ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ πdn/60. അത് ഡയമീറ്റർ ഓഫ് ദി സ്മോളർ പുള്ളിയെ ഇവിടെ എടുക്കുന്നത്. അപ്പോൾ π × 0.2 × 750 ഡിവൈഡ് ബൈ 60. അപ്പോൾ അങ്ങനെ വെലോസിറ്റി റേറ്റ് 7.85 m/s കിട്ടി. അപ്പോൾ നമ്മൾ ഓൾറെഡി വി മാക്സ് നമ്പർ നമ്മൾ മുന്നേ ഒന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ വി മാക്സ് വേണ്ടി കമ്പയർ ചെയ്യുന്ന സമയത്ത് 7.85 ചെറുതാണ്. ഓക്കെ, ഇനി സ്റ്റെപ്പ് 7 അപ്രോക്സിമേറ്റ് സെൻട്രൽ ഡിസ്റ്റൻസ് ഡാറ്റാ ബുക്കിൽ തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതാണ് ഡാറ്റ എന്ന് മീൻസ് ക്വസ്റ്റ്യനിൽ ഇറ്റ് ഇസ് ഗിവൺ, ദാറ്റ് ഈസ് 1200 mm. ഓക്കെ, ഇനി പിച്ച് ലെങ്ത് ഓഫ് ദി ബെൽറ്റ് കാണണം. അപ്പോൾ അതിന് നമ്മൾ L = 2c + 1.57 × ക്യാപിറ്റൽ ഡി പ്ലസ് സ്മോൾ ഡി പ്ലസ് ക്യാപിറ്റൽ ഡി മൈനസ് സ്മോൾ ഡി ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ 4c. ഡാറ്റാ ബുക്ക് പേജ് നമ്പർ 295 14.15 ബിയിൽ ആ ഇക്വേഷൻസ് കാണാൻ പറ്റും. ഇനി നമുക്ക് തന്നിട്ട് അപ്രോക്സിമേറ്റ് സെൻട്രൽ ഡിസ്റ്റൻസിൻ്റെ വാല്യൂ ആ സിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ L = 2 × 1200 + 1.57 × 630 + 200 + 630 - 200 ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ 4 × 1200. അങ്ങനെ L =
3741.62 millimeter എന്ന് കിട്ടും. അപ്പോൾ അതാണ് പിച്ച് ലെങ്ത് ഓഫ് ദി ബെൽറ്റ്. ഇനി താഴെ നോക്കുക. ഫോർ ബി ബെൽറ്റ് ദ നിയറസ്റ്റ് സ്റ്റാൻഡേർഡ് നോമിനൽ പിച്ച് ലെങ്ത് എത്രയാണ്? 3741 എന്ന് പറയുന്നത് ഡാറ്റ ബുക്കിൽ ഉണ്ടാവില്ല. അപ്പോൾ അതിന് തൊട്ടടുത്ത ഹയർ വാല്യൂയിലേക്ക് പോവാം. അപ്പോൾ ഡാറ്റ ബുക്ക് പേജ് നമ്പർ 316 എടുക്കുക. ആ 316 പോയിട്ടാകുമ്പോൾ 316 നമ്മുടെ നോമിനൽ പിച്ച് ലെങ്ത് എത്ര വന്നത്? നോമിനൽ പിച്ച് ലെങ്ത് ബി ബെൽറ്റ് ആണ്. അപ്പോൾ ക്യാപിറ്റൽ ബി എടുക്കുക. ബി എന്ന് പറയുമ്പോൾ മൂന്നാമത്തെ കോളം 1 2 3. ആ മൂന്നാമത്തെ കോളത്തിൽ നമുക്ക് കിട്ടിയ വാല്യൂ എന്ന് പറയുന്നത് 3741 3741 എന്ന് പറയുന്ന വാല്യൂ ഇല്ല. അപ്പോൾ 3701 ഉള്ളത്. അത് ഇതിനും ചെറുതാണ്. അപ്പോൾ അത് പറ്റില്ല. അപ്പം 3741 തൊട്ടടുത്ത വാല്യൂയിലേക്ക് പോവാം. 4056. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യുന്നു. ഫോർ ബി ടൈപ്പ് വി ബെൽറ്റ് ദ നിയറസ്റ്റ് സ്റ്റാൻഡേർഡ് നോമിനൽ പിച്ച് ലെങ്ത് ഈസ് 4056 mm. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോമിനൽ ഇൻസൈഡ് ലെങ്ത് എത്ര വരിക? അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഫസ്റ്റ് കോളത്തിൽ നോക്കിയാൽ മതി. നേരെ സ്ട്രെയിറ്റ് ആയിട്ട് പോയിട്ടാകുമ്പോൾ 4013 കാണാൻ പറ്റും. ഓക്കെ, ഇനി നമ്മളെന്ത് വേണം? എക്സാക്ട് സെൻട്രൽ ഡിസ്റ്റൻസ്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, എക്സാക്ട് സെൻട്രൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. സോ അതിനുള്ള ഇക്വേഷനാണ് C is equal to A plus square root of A square minus B. ഏത് ഇക്വേഷനാണ്? L/4 minus pi into capital letter D plus small letter d divided by 8. അപ്പോൾ L എന്ന് പറഞ്ഞാൽ എത്ര എടുക്കണ്ടേ? 4056. നമ്മളിപ്പോൾ ഡാറ്റ ബുക്കിൽ വെച്ച് കണ്ട വാല്യൂ വേണം എടുക്കാൻ. അതായത് 3741 എന്ന് പറഞ്ഞ വാല്യൂ എടുക്കാൻ പാടില്ല. ഓക്കെ, അപ്പോൾ 4056 divided by 4 minus pi into 630 plus 200 divided by 8 is equal to capital letter A equal to 688.06 millimeter. ഇനി നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ ബിന്റെ വാല്യൂ ആണ് കാണാൻ പോകുന്നത്. നെക്സ്റ്റ് ക്യാപിറ്റൽ ലെറ്റർ ബി is equal to capital letter D minus small letter d divided by 8 whole square. സോ 2889.06 millimeter എന്ന് വരും. അപ്പോൾ C is equal to എക്സാക്ട് സെൻട്രൽ ഡിസ്റ്റൻസ് A plus square root of A square minus B. അപ്പോൾ നമുക്ക് എന്റെ വാല്യൂ ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. 688.06 plus square root of 688.06 whole square minus 2889.06. So exact central distance C is equal to 1374 millimeter എന്ന് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് 10. ആംഗിൾ ഓഫ് കോണ്ടാക്ട് ഓഫ് ഡ്രൈവർ പുള്ളി, ആംഗിൾ ഓഫ് കോണ്ടാക്ട് ഓഫ് സ്മോളർ പുള്ളി അല്ലെങ്കിൽ. ഓക്കെ, അപ്പോൾ തീറ്റ എസ് ഇക്വേഷൻ ഡാറ്റ ബുക്ക് പേജ് നമ്പർ 289 14.1a നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട് ഫ്ലാറ്റ് വെൽഡിന്റെ കേസിൽ. സോ അതേ ഇക്വേഷൻ തന്നെ പൈ മൈനസ് ക്യാപിറ്റൽ ലെറ്റർ ഡി മൈനസ് സ്മോൾ ലെറ്റർ ഡി ഡിവൈഡ് ബൈ സി. സോ ഫ്രം ദിസ് യു വിൽ ഗെറ്റ് തീറ്റ എസ് ഈസ് ഈക്വൽ 2.82 റേഡിയൻ. അതിന് ഡിഗ്രിയിലേക്ക് മാറ്റുന്ന സമയത്ത് 180 ഡിവൈഡ് ബൈ 3.414 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ തീറ്റ എസ് ഈസ് ഈക്വൽ 162 ഡിഗ്രി കിട്ടും. ഇനി സ്റ്റെപ്പ് 11 നമ്പർ ഓഫ് ബെൽസ് n dash is equal to P into KS എന്ന് പറയുന്നത് ഡിസൈൻ പവർ ഡിവൈഡ് ബൈ KW into KL into K എന്ന് കാണാൻ പറ്റും. ഓക്കെ, സോ ഡാറ്റ ബുക്ക് പേജ് നമ്പർ 295 14.14 ആണ് ഇക്വേഷൻ ഉള്ളത്. ഓക്കെ, സോ ഫോർ ബി ബെൽറ്റ് അല്ലേ, നമ്മുടെ ബി ടൈപ്പ് അല്ലേ. അപ്പോൾ ബി ടൈപ്പിന് KW ഇക്വേഷൻസ് ഡാറ്റ ബുക്ക് പേജ് നമ്പർ 295 14.13 ബിയിൽ കാണാൻ പറ്റും. KW is equal to 1.08 b raised to minus 0.09 minus 69.68 ഡിവൈഡ് ബൈ ഈക്വൽ ഡയമീറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇക്വേഷൻസ് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈക്വൽ ഡയമീറ്ററിന്റെ DE വാല്യൂ ആ ഇക്വേഷന്റെ നേരെ ഉണ്ടാവും. 1.175 millimeter എന്തോ കാണാൻ പറ്റും. ഡാറ്റ ബുക്ക് പേജ് നമ്പർ 295 കാണാൻ പറ്റും. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. പക്ഷേ നമ്മൾ കാൽക്കുലേഷൻ വഴിയോ അത് ഡിസൈൻ ഡാറ്റ ബുക്കിൽ ഉള്ളതാണ്. DE is equal to 175 എന്നുള്ളത്. നമ്മൾ ആ DE എന്നുള്ളത് നമ്മൾ കാൽക്കുലേഷൻ വഴിയും കണ്ടുപിടിക്കണം. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ ആണ് K സഫിക്സ് D ഇൻറ്റു D എന്ന് കാണാൻ പറ്റും. ആ ഇക്വേഷൻസ് ഡാറ്റ ബുക്കിൽ ഉണ്ടാവില്ല, ബൈ ഹാർട്ട് പഠിക്കണം. D മീൻസ് ഡയമീറ്റർ ഓഫ് ദി സ്മോളർ പുള്ളി, അത് നമുക്കറിയാം. KDന്റെ വാല്യൂ കാണാൻ ഡാറ്റ ബുക്ക് പേജ് നമ്പർ 314 പോവാം. 314 314 പോയിട്ടാകുമ്പോൾ അതിൽ KDന്റെ വാല്യൂ കാണാൻ പറ്റും. കാരണം സ്പീഡ് റേഷ്യോ റേഞ്ച് 3.14 ആണ്. അത് 2.949 കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് KDന്റെ വാല്യൂ യു ക്യാൻ ടേക്ക് 1.14. ഓക്കെ, അപ്പോൾ അങ്ങനെ KD കിട്ടിയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 228 mm എന്ന് കിട്ടും. അപ്പോൾ ഈക്വലിൻ്റെ ഡയമീറ്റർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 228ഉം ഡാറ്റ ബുക്കിലുള്ളത് 175 ആയിരിക്കും.
അപ്പോൾ 228ൻ്റെ വാല്യൂ 175 കൂടുതലായതുകൊണ്ട് 228 നമ്മൾ എടുക്കാൻ പാടില്ല, 175 എടുക്കുക. ഇനി ഇൻ കേസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത ഡിഇൻ്റെ വാല്യൂ 175 കുറവാണെങ്കിൽ നമ്മൾ ആ കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂ വേണം എടുക്കാൻ. ഓക്കെ, അപ്പോൾ DB മീൻസ് ഡിസൈൻ ഡാറ്റ ബുക്കിലുള്ള ഈക്വലന്റ് ഡയമീറ്റർ വിച്ച് ഇസ് ലെസ് ദാൻ കാൽക്കുലേറ്റഡ് വാല്യൂ ഓഫ് ഈക്വലന്റ് ഡയമീറ്റർ. സോ വി ചൂസ് DE എത്ര 175 mm ഫോർ ഫർദർ കാൽക്കുലേഷൻസ്. ഇനി അത് നേരെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഏത് ഇക്വേഷൻസിൽ ഇതാ ഇവിടെ കൊടുക്കുക 175. വിൻ്റെ വാല്യൂ 7.85 നമ്മുടെ മുന്നേ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ വാല്യൂ വേണം എടുക്കാൻ. ഓക്കെ, അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് അത് പിന്നെ നമുക്ക് എത്ര കിട്ടും? 2.82 kW കിട്ടും. ഓക്കെ, പക്ഷെ നമ്മുടെ ഇക്വേഷൻസ് എന്താണ് ഇത്രയായി. KW കിട്ടി. ഇനി KL-ഉം KA-യും കണ്ടുപിടിക്കണം. സോ ഫോർ KL 1.13 വരും. അതെങ്ങനെ വരുക? ഡാറ്റാ ബുക്ക് പേജ് നമ്പർ 324 എടുത്തിട്ടാകുമ്പോൾ അതിൽ ടേബിൾ 14.20 നമുക്ക് കിട്ടിയ നോമിനൽ പിച്ച് ലെങ്ത്, നോമിനൽ ഇൻസൈഡ് ലെങ്ത് എന്ന് പറഞ്ഞൊരു വാല്യൂ ഉണ്ട്. അത് 4013 അത് മുന്നേ ചെയ്തിട്ടുണ്ട്, 4013. അപ്പോൾ അതിന് സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന KL-ൻ്റെ വാല്യൂ എടുക്കണം. അതായത് ബെൽറ്റ് നമ്മൾ B ടൈപ്പാണ്, ക്യാപിറ്റൽ ലെറ്റർ B. അപ്പോൾ ആ ബീൻ്റെ നേരെ വരുമ്പോൾ 4013 സ്ട്രെയിറ്റ് ആയിട്ട് ഏതാ വരിക? 1.13 വരിക. അപ്പോൾ അങ്ങനെയാണ് KL = 1.13 വരുന്നത്. കാരണം ഇത് സ്ട്രെയിറ്റ് ആയിട്ട് ഇവിടെ കാണാൻ പറ്റും. ഡാറ്റാ ബുക്ക് 324 ടേബിൾ 14.20 എടുക്കുന്ന സമയത്ത് ഈ വാല്യൂന് സ്ട്രെയിറ്റ് ആയിട്ടുള്ള വാല്യൂ കാണും. അതാണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. KL = 1.13. KL എന്നതിൻ്റെ ടേബിളായത്. അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് കിട്ടി? KL-ൻ്റെ വാല്യൂ 1.13 കിട്ടി. ഇനി നമുക്ക് KL-ൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കാൻ. ഈ KL-ൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അതിനുമായിട്ടാണ് നമ്മൾ ഈ ആംഗിൾ കണ്ടുപിടിക്കുന്നത്. 162 ഡിഗ്രി ആ ആംഗിൾ കണ്ടുപിടിക്കുന്നത് KA-ൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ KA ഡാറ്റാ ബുക്ക് പേജ് നമ്പർ 325 ടേബിൾ 14.21 എടുത്തിട്ടാകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും θS-ൻ്റെ വാല്യൂ 162 ഡിഗ്രി എന്ന് കാണാൻ പറ്റും. പിന്നെ അസ്യൂം VB ട്രാൻസ്മിഷൻ, അതാണ് നമ്മൾ അസ്യൂം ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ 160 ഡാറ്റാ ബുക്ക് ശരിക്കും 325 എടുത്തിട്ടാകുമ്പോൾ കാണാൻ പറ്റും 160 ഡിഗ്രി കഴിഞ്ഞിട്ടാകുമ്പോൾ 163 ഉണ്ടാവുക. പക്ഷെ നമ്മളിത് 162 ഇൻ ബിറ്റ്വീനാണ്. അപ്പോൾ 163 സ്ട്രെയിറ്റ് ആയിട്ടുള്ള ആ VB-ൻ്റെ വാല്യൂ, അതായത് KA-ൻ്റെ വാല്യൂ 0.96ഉം 160 ഡിഗ്രിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള KA വാല്യൂ എന്ന് പറയുന്നത് കളക്ഷൻ ഫാക്ടർ 0.95 ആയിരിക്കും. അപ്പോൾ ഇൻ ബിറ്റ്വീൻ ഉള്ള വാല്യൂ കാണിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യണം? 0.96 + 0.95 / 2 എടുക്കുമ്പോൾ 0.956 അല്ലെങ്കിൽ 0.955 കിട്ടും. എന്നിട്ട് എല്ലാ വാല്യൂയും കിട്ടി. ഇനി നമ്മൾ N' സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. N' 40 മീൻസ് ഡിസൈൻ പവർ / 2.82 kW × 1.13 × 0.956. അപ്പോൾ 4.59 കിട്ടും. അപ്പോൾ അങ്ങനെ റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ 5 ബെൽറ്റ്. അപ്പോൾ നമ്പർ ഓഫ് ബെൽറ്റ്സ് എത്രയാണ്? 5. ഇനി ബെൽറ്റ് സ്പെസിഫിക്കേഷൻ എന്താണ്? ബെൽറ്റ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ ലെറ്റർ B, അതാണ് നമ്മൾ ചൂസ് ചെയ്തത്. 4013 എന്ന് പറയുന്നത് അതിൻ്റെ നോമിനൽ ഇൻസൈഡ് ലെങ്ത് ആണ് 4013. അപ്പോൾ അതാണ് ബെൽറ്റ് സ്പെസിഫിക്കേഷൻ. ക്യാപിറ്റൽ ലെറ്റർ B 4013. ഓക്കെ, ഇനി അതിൻ്റെ ക്രോസ് സെക്ഷൻ ഓഫ് ദി V ബെൽറ്റ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ബിൻ്റെ വാല്യൂ, ഇത് ടിൻ്റെ വാല്യൂ. നമ്മൾ ആദ്യം രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ഇത് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് സെക്കൻഡ് സ്റ്റെപ്പ് നോക്കട്ടെ. പ്രിലിമിനറി ഡിസിഷൻ അതില്ല, ബെൽറ്റ് സെലക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ സ്റ്റെപ്പ് ഉണ്ടല്ലോ, സ്റ്റെപ്പ് 2. ആ സ്റ്റെപ്പ് 2 നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇത് ബിൻ്റെ വാല്യൂ സ്മോൾ ലെറ്റർ B, ഇത് സ്മോൾ ലെറ്റർ T. അപ്പോൾ ഇങ്ങനെയാണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടത്. ഓക്കെ.